എന്തായാലും ഭീകരാക്രമണത്തിനെതിരെ കേന്ദ്ര സർക്കാർ സൈനികരെ മുൻനിർത്തി പോരാടുന്നു. എല്ലാവരും പാകിസ്ഥാന് പണി കിട്ടുമ്പോൾ കൈയടിക്കുന്നുമുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കൂടി അതിന്റെ ക്രെഡിറ്റ് തന്നൂടെ എന്നാണ് ഇപ്പോൾ പപ്പുമോന്റെ ചോദ്യം. സർവകക്ഷി യോഗത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ആയുധമാക്കി നരേന്ദ്രമോദി പഹൽഗാം വിഷയം ഉപയോഗിക്കുമെന്ന ബുദ്ധി രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഉദിച്ചത്. എങ്കിൽ ഞങ്ങളും ഈ യുദ്ധത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്യാമല്ലോ. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പിന്നീട് പോസ്റ്റ് മുക്കുകയും ചെയ്ത അതേ രാഹുൽ ഗാന്ധി തന്നെ കിട്ടിയ അവസരം മുതലാക്കാൻ ഇപ്പോൾ ഞങ്ങളെ കൂടി കൂടെ കൂട്ടണം എന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ പിന്നാലെ നടക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ വാലും പിടിച്ച് ഞങ്ങളും ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കണം. പിന്നാലെ ശിലാബിംബത്തിൽ പേരുകൂടി കൊത്തിക്കഴിഞ്ഞാൽ രാഹുലിന്റെ പണി കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. പഹൽഗാം ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടെന്ന് കാട്ടിക്കൊടുക്കണം. അതിനായി പ്രത്യേക സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിക്കണം. രാഹുൽ ഗാന്ധി കത്തിൽ ഇങ്ങനെയാണ് കുറിച്ചത്. കത്തിന്റെ പൂർണ്ണരൂപം അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യുമ്പോൾ 10 ആൾ അറിയണമല്ലോ. നേരത്തെ സമാന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടുനിന്നതിനെ ഖർഗെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഐക്യം ആവശ്യമുള്ള സമയത്ത് BJP രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും ഖർഗെ ആരോപിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ സുരക്ഷാ വീഴ്ച ഉയർത്തി കോൺഗ്രസ് മറുപടി നൽകി. BJPയും പോസ്റ്റർ പോര് തുടരുകയാണ്. രാജ്യസുരക്ഷയിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ പഹൽഗാം ഭീകരാക്രമണം പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് പ്രതിപക്ഷ നിലപാട്. രാജ്യത്തിന്റെ വികാരം വ്യക്തമാക്കുന്ന പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കണം. കൂടിയാലോചനകളിലൂടെ ഭീകരതയെ നേരിടാൻ ശക്തമായ നയം രൂപീകരിക്കണം. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലെ ആവശ്യങ്ങൾ. ഇതിനായാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ആവശ്യപ്പെട്ടത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടെന്ന് BJP കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റർ പോര് തുടരുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് മുങ്ങുന്നവൻ എന്ന തലക്കെട്ടോടെ പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത ചിത്രം ഉൾപ്പെടുത്തി കോൺഗ്രസ് പോസ്റ്റർ ഇറക്കി. കൊമ്പുപോയ കഴുത എന്ന് കേട്ടിട്ടുണ്ട്, ഇതാ മോദിയെ കാണാതായിരിക്കുന്നു എന്ന് പാക് മുൻ മന്ത്രി ഫവാദ് അഹമ്മദ് ഹുസൈൻ ചൗധരി പ്രതികരിച്ചതോടെ തർക്കം രൂക്ഷമായി. കോൺഗ്രസിന്റെ പ്രവർത്തനം പാക് സ്ലീപ്പർ സെല്ലുകൾ പോലെ എന്ന് BJP നേതാവ് പ്രദീപ് ഭണ്ഡാരിയും പറഞ്ഞു. കോൺഗ്രസ് പാകിസ്ഥാന്റെ PR ഏജന്റ് ആണെന്ന് ആരോപിച്ചുള്ള പോസ്റ്റർ BJPയും ഇറക്കി. ഒറ്റക്കെട്ടായി നിന്ന് വെറുപ്പിന്റെ വിത്തിനെ നശിപ്പിക്കേണ്ട സമയമാണിതെന്ന് RJD നേതാവ് മനോജ് ഝാ ഓർമ്മിപ്പിച്ചു.